ഞാനൊരു ഓൺലൈൻ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിക്കണോ വേണ്ട എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പേര് പറയുന്നല്ലോ അവിടെ. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. കുറെ ആൾക്കാർ ചേർന്ന് നിന്നിട്ട് കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോപ്പുലർ ചെയ്യുന്ന പോലെ ആയിപ്പോവും. സോറി, അത് മാത്രമേ ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാമം നിങ്ങളെ പേര് കേൾക്കില്ല. പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോപ്പുലർ ചെയ്യുന്ന പോലെ ആയിപ്പോവും. എന്നാലും ആരാണെന്ന് അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചാൽ. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല. ഈ കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, അവരെടുത്തു കഴിഞ്ഞാൽ അവരെ മൂക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം പറയുന്നു. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല. ഇതൊരു പാരമ്പര്യ രോഗ, ലൗസോഫ്രീനിയ. സാനിയെ അവര് വിളിക്കുന്നുണ്ട്. ആണോ? എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പം തന്നെ അതിൽ ഒരാളെ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് സാനിയെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യുന്നു. ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സമാധാനം പോകുന്നല്ലാതെ. നീ എന്താ വിളിക്കായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്, നീ വരണമെങ്കിൽ വാ. എവിടെയാ? അപ്പൊ വനിതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇനി ആ ഏരിയയിലേക്ക് ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം ഫാൻസി ഷോ ആൻഡ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഇതെന്തൊരു നാടാ? ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഫാൻസി എന്താ പറയണ്ടെന്ന് അറിയില്ല. പേടിയാ അവിടെ പോവാൻ. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയുന്നത്. നിരോധിക്കണം. ബിക്കോസ് ഈ കോപ്ര എന്തൊക്കെയാ അവിടെ കിടന്നു. ഓ മൈ ഗോഡ്. അത് ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. ഈ ചില സമയത്ത് പാവം തോന്നും. സാധുക്കളൊന്നും മനസ്സിലാക്കിയിട്ട് ഇവര് കിടന്ന് ഈ മീഡിയ കണ്ടന്റിന് വേണ്ടിട്ട് നിങ്ങൾ കോമാളിത്തരങ്ങൾ കാട്ടുകയാണല്ലോ. പിന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടി കൂട്ടുകാരൻ. ചില സമയത്ത് വിഷമം തോന്നും. പാവങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഈ ചെയ്യുന്നത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി. ഞാൻ പോകുന്നു. ബൈ ബൈ.